സൂചനയുണ്ട്, അതിപ്പോൾ പറയാനായിട്ടില്ല. അതും വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. ആർക്ക് വേണ്ടി? പല ആളുകളും ഇപ്പോൾ ഈ വിഷയം ഒത്തുതീർക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ആ ബിനാമിയിൽപ്പെട്ട ഒരാളാണ് ഈ പണം തിരികെ കൊടുത്തത് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഉടനെ പുറത്തു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സൂചനകൾ പുറത്തു പറഞ്ഞാൽ പിന്നെ ആ തെളിവുകൾ കിട്ടുന്നത് ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ടാണ് ആ സൂചനകളെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത്. ഏതായാലും പണം തിരികെ കൊടുത്തത് പ്രമോദ് കോട്ടൂളിയല്ല. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, തെറ്റ് തിരുത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. കാരണം CPM-നെ വിമർശിച്ച ഈ മാർ കൂറിലോസ് തിരുമേനി അടക്കമുള്ള ആളുകളെ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ടത് എന്ന് നമുക്കറിയാമല്ലോ. ഒരു ഇടതുപക്ഷ സഹയാത്രികനെ പോലും ഉൾക്കൊള്ളാൻ, വിമർശിച്ച സഹയാത്രികനെ പോലും ഉൾക്കൊള്ളാൻ, ഇപ്പോൾ സഹയാത്രികനെയാണ് നേരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതെങ്കിൽ ഇപ്പോൾ CPI നേതാവായ ബിനോയ് വിശ്വത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നു CPM നേതാക്കൾ. DYFI നേതാവിന് കൊട്ടേഷൻ കൊടുത്ത് ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് റഹീം അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. അപ്പോൾ ബിനോയ് വിശ്വത്തിന് പോലും രക്ഷയില്ല. അപ്പോൾ തെറ്റ് തുടരും. തെറ്റ് തിരുത്തലല്ല CPM-ൽ നടക്കാൻ പോകുന്നത്, തെറ്റ് തുടരലാണ്. എങ്ങനെ? അല്ല, അത് അതിൻ്റെ നിയമവശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ലോക്കൽ സ്റ്റാൻഡേർഡ് ഒരു പ്രശ്നമുണ്ട്. പരാതിക്കാർ പരസ്യമായി രംഗത്ത് വരാത്തിടത്തോളം ആ കേസിൻ്റെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. ഏതായാലും ഞങ്ങളതിൻ്റെ പിന്നാലെ ഉണ്ട്. സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രമേയം തന്നെ, അത് പ്രമേയം ഇപ്പോൾ തയ്യാറാക്കിയിട്ട് അത് പത്രക്കാർക്ക് ഇതിൻ്റെ കൂടെ തരും. സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ. ഞങ്ങളെ ഈ ക്യാമ്പിൻ്റെ തൊട്ട് മുമ്പ് നടത്തിയ സമരം പോലും നിയമസഭാ മാർച്ചായിരുന്നു. വലിയ സമരമായിരുന്നു യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഒരു വലിയ സമരം. സർക്കാരിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങളുണ്ട്. ഇപ്പോൾ അനൗൺസ് ചെയ്ത ഒരു ഡേറ്റ് മാത്രം ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിരന്തര സമരങ്ങൾക്കാണ് എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ തീരുമാനമായിട്ടുള്ളത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് നന്ദി. തീർച്ചയായിട്ടും പിന്നെ അല്ല, ഒരിക്കലും ഇല്ല. കാരണം ഒരാഴ്ചയായിട്ടുള്ളൂ നിയമസഭാ മാർച്ച് നടത്തിയിട്ട്. ആ ആരോപണത്തിനൊരു പിന്നെ എന്താ പറയുക അടിസ്ഥാനമില്ല. ഒരാഴ്ച മുമ്പ് നടത്തിയ മാധ്യമങ്ങളടക്കം അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമാണ് യൂത്ത് ലീഗ് നടത്തിയതെന്ന് മാധ്യമങ്ങളുടെ വാക്കാണ്, പ്രയോഗമാണ്, ഞങ്ങളുടെ വാക്കല്ല. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് അതിശക്തമായിട്ടുള്ള സമരങ്ങൾ തന്നെയായിരിക്കും. കാര്യത്തിൽ സംശയം വേണ്ട.